സർവമായ എന്ന തന്റെ പുതിയ ചിത്രം ഒരു റിയലിസ്റ്റിക് പ്രേതകഥയാണെന്ന സംവിധായകൻ അഖിൽ സത്യൻ. നേരിട്ട് കാണാത്തത് സിനിമയാക്കാറില്ലെന്ന് പറഞ്ഞ സംവിധായകൻ പക്ഷേ പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മുന്നിൽ കുടുങ്ങിപ്പോയി. നടൻ നിവിൻ പോളിക്കൊപ്പം ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു രസകരമായ രംഗങ്ങൾ. എന്തുകൊണ്ട് ഫീൽ ഗുഡ് ചിത്രങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുന്നു എന്ന ചോദ്യത്തിന് അഖിൽ സത്യൻ നിമിഷങ്ങൾക്ക് മുമ്പ് നൽകിയ മറുപടി ഇതായിരുന്നു. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകൾ ചിന്തിക്കാനാണ് ചെയ്യുന്നത്. ഞാനൊരു കൊലപാതകം കണ്ടിട്ടില്ല ഇതുവരെ, ഞാനൊരു ബോംബ് കണ്ടിട്ടില്ല, ഞാൻ വില്ലന്മാരെയും ഗുണ്ടകളെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കാണാത്ത കാഴ്ച എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പുതിയ സിനിമയിലുടനീളം ഒരു പ്രേത കഥാപാത്രമുണ്ടെന്ന് വെളിപ്പെടുത്തിയതോടെ പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നായി മാധ്യമപ്രവർത്തകർ. ഞാനങ്ങനെ പറയുന്നതാണ്. എക്സ് ഫാക്ടർ ഉണ്ട്, നമുക്ക് എല്ലാം കുറച്ച് മസാലപ്പൊടി ഇടുന്ന പോലെയാണ്. അപ്പോൾ ആ എക്സ് ഫാക്ടറാണ് പ്രേതം ഇതിനകത്ത്. അതെ അതെ, ഇപ്പൊ ഞാൻ പ്രേതമാണെങ്കിൽ എങ്ങനെ ആയിരിക്കും നമ്മൾ ഇടുമ്പോൾ ആലോചിക്കുന്നത്. കാരണം എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ പ്രേതമാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഫ്രണ്ട്സിനെ പോയി കാണും, വീട്ടിൽ പോയി എല്ലാവരും പോയി നോക്കും. ഞാൻ പ്രേതപ്പടം കണ്ടാൽ ഞാൻ ഓടും. ഒരു പ്രേതമാണെങ്കിൽ പോലും ഞാൻ പ്രേതപ്പടം ഓഫ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു റിയലിസ്റ്റിക് പ്രേതമാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. പ്രേതങ്ങളെ പേടിയുള്ള ഒരു പ്രേതം അല്ല. നായകൻ നിവിൻ പോളിക്കും പ്രേതങ്ങളെയും പ്രേതകഥകളെയും പേടിയാണ്. ഈ ഹൊറർ ഏരിയ ഭയങ്കര പേടിയാണ്. അതേപോലെ പേടിയുള്ള ഒരാളാണ് അഖിലും. സെയിം സിറ്റുവേഷൻ ആണ്. വലിയ മുറി പറ്റില്ല, ചെറിയ മുറി വേണം. അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. അത് എനിക്ക് ടെൻഷൻ. നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ ഇതേപോലത്തെ അനുഭവങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഏറ്റവും വലിയ ടെൻഷൻ ഇല്ല. തമാശയ്ക്ക് നമ്മൾ കരുതി ഫാമിലിക്കും കുട്ടികൾക്കും കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഹൊറർ പടം ഉണ്ടാക്കാൻ എഴുതിയിട്ടാണ് സർവമയിലേക്ക് ഇറങ്ങിയത്. പക്ഷെ ഇതേ സിറ്റുവേഷൻ ഞാൻ വന്നാലോ എന്ന് ഞാൻ ഇടയ്ക്ക് അഖിലോട് ചോദിച്ചു. ഇതേപോലെ ഒരു പ്രേതം കൂടെ വന്നിരുന്ന് എന്ത് ചെയ്യും? സിനിമയിൽ പ്രേതകഥാപാത്രമായി എത്തുന്ന റിയ ഷിബുവിനെയും സംവിധായകൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി. ഫിലിമാണ്. ഞാൻ ഫസ്റ്റ് ഫിലിം കപ്പ് എന്ന് പറഞ്ഞൊരു ഫിലിം ഞാൻ 12ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്തത്. ആദ്യ ദിനം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം ലഭിച്ച സർവമായ നിവിൻ പോളിയുടെ തിരിച്ചുവരവിനും വഴിയൊരുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അണിയറ പ്രവർത്തകർ. മീഡിയ 1 ദുബായ്.